നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 1 മുതൽ 26 വരെയായിരുന്നു സംസ്ഥാനത്ത് +1 പരീക്ഷ നടന്നത്. ഇത്തവണ 4,14,159 വിദ്യാർത്ഥികളാണ് +1 പരീക്ഷ എഴുതിയത്. ഇക്കഴിഞ്ഞ മെയ് 9-നാണ് +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. ഇതിന് പിന്നാലെയാണിപ്പോൾ +1 പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചത്. 78.69% രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. ജാമ്യം നീട്ടണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീം കോടതി. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം നിരസിച്ച് സുപ്രീം കോടതി. വാദം ഉടൻ കേൾക്കാനാകില്ല എന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഹർജി കൈമാറിയ ശേഷം മാത്രമേ വാദം കേൾക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അവധിക്കാല ബെഞ്ച് അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നായിരുന്നു കെജ്രിവാളിന്റെ ആവശ്യം. എന്നാൽ ഹർജിയിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ചീഫ് ജസ്റ്റിസാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഹർജി തള്ളുന്ന പക്ഷം കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമെന്നും ജസ്റ്റിസുമാരായ JK മഹേശ്വരി, KB വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് അറിയിച്ചു. സർക്കാരിനെതിരെ സമരവുമായി SFI. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഫെലോഷിപ്പ് കുടിശ്ശിക അടിയന്തരമായി നൽകണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു മാർച്ച്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അറിവുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനായി സർക്കാർ മുന്നോട്ടു പോകുന്നുവെങ്കിൽ ഗവേഷക വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ തയ്യാറാവണം. അതിനാകണം സർക്കാരിന്റെ പ്രഥമ പരിഗണന. ആരാണ് ഭരിക്കുന്നതെന്ന് SFIക്ക് പ്രശ്നമല്ല. കൊടിയുടെ നിറവും വിഷയമല്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കാണ് SFIയുടെ പരിഗണനയെന്ന് ആർഷോ പറഞ്ഞു. കോട്ടയത്ത് ഉരുൾപൊട്ടൽ, വ്യാപക നാശം, 7 വീടുകൾ തകർന്നു. ഭരണങ്ങാനം വില്ലേജിൽ ഇടമുറുക്ക് ചൊക്കല്ല് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പ്രദേശത്ത് വ്യാപക നാശനഷ്ടം സംഭവിച്ചു. ഇവിടുത്തെ 7 വീടുകൾ ഉരുൾപൊട്ടലിൽ തകർന്നു. ആളപായമില്ല. രാവിലെ മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ കോട്ടയത്ത് വിവിധ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. തലനാട് മണ്ണിടിച്ചിലിൽ 2 വീടുകൾ തകർന്നു. ഇവിടെ മണ്ണിനടിയിൽപ്പെട്ട് ഒരാട് ചത്തു. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈരാറ്റുപേട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ നഗരത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കാൻ ഫോർമുല കണ്ടെത്തി. ധനമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. KSRTC ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. ബസ് ബൈക്കിലിടിച്ച് റോഡിൽ വീണ വിദ്യാർത്ഥിയുടെ മേൽ അതേ ബസ് കയറിയിറങ്ങി. ദാരുണാന്ത്യം. സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് 17-കാരന് ദാരുണാന്ത്യം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി കിരട്ടൻകരക്കന്റെ വീട്ടിൽ സുനിയുടെ മകൻ KK അമർനാഥാണ് മരിച്ചത്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന അദ്നാൻ ബസ്സാണ് ബൈക്കിലിടിച്ച് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 10-ഓടെ വെസ്റ്റ് ഹില്ലിൽ വെച്ചാണ് അപകടമുണ്ടായത്. അമർനാഥും സുഹൃത്ത് അഭിനവും അച്ഛന്റെ ബൈക്കിൽ പുതിയങ്ങാടിയിൽ നിന്നും തിരിച്ചു വരുന്നതിനിടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന ബസ് ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ അമർനാഥിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ കോഴിക്കോട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന അഭിനവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് 7 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഇത് പ്രകാരം കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാനത്തൊട്ടാകെ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ലൈംഗികാതിക്രമ കേസ്. യുവനടിയുടെ പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നു. കേസിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് ഒമർ ലുലു പ്രതികരിച്ചത്. നടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും സൗഹൃദം ഉപേക്ഷിച്ചതിലുള്ള വിരോധമാണ് പരാതിക്ക് പിറകിലെന്നും ഒമർ ലുലു പറഞ്ഞു. ലഗേജുമായി പടികളിറങ്ങവേ തെന്നി വീണു. ചെങ്ങന്നൂരിൽ പോർട്ടർക്ക് ദാരുണാന്ത്യം. തിട്ടമേൽ പാണ്ഡവൻപാറ കുളഞ്ഞിയത്ത് KN സോമനാണ് മരിച്ചത്.
71 വയസ്സായിരുന്നു. രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു അപകടം നടന്നത്. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ ലഗേജുമായി പടിക്കെട്ടിറങ്ങവേ സോമൻ തെന്നി വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശക്തമായ കാറ്റ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഷീറ്റുകൾ പറന്നുപോയി. ചൊവ്വാഴ്ച ഉച്ചയോടെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് ആശുപത്രിയിലെ ഓൾഡ് ബ്ലോക്കിന് മുൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഷീറ്റുകൾ പറന്നുപോയത്. മുൻവശം നിന്നിരുന്ന രോഗികൾ ഓടി മാറിയതിനാൽ അപകടമുണ്ടായില്ല. ത്വക്ക്, ക്യാൻസർ, മാനസിക രോഗം തുടങ്ങിയ 5ഓളം ഒപികളാണ് ഓൾഡ് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നത്. ഷീറ്റുകൾ പറന്നുപോയതിനാൽ രോഗികളെ ഇവിടെ എത്തിക്കുന്ന ഓട്ടോയോ മറ്റ് വാഹനങ്ങൾക്കോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ. ഷീറ്റ് പറന്നുപോയതിനെ തുടർന്ന് ഇവിടം കയർ കെട്ടി അടച്ചതിനാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് രോഗികളെ എക്സ്റേ, CT, MRI തുടങ്ങിയ പരിശോധനയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രധാന വഴിയിലൂടെ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടിലാണ്.